നമസ്തേ. കഴിഞ്ഞ 2-3 ദിവസമായി വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. സമയത്തിൻ്റെ ദൗർലഭ്യം ആയിരുന്നു. എന്നും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ധാരാളം സബ്ജക്ട്സ്, ഭൂമിയിലുള്ള ഏത് വിഷയവും നമുക്ക് ന്യൂമറോളജിയുടെ വിശകലനം ചെയ്യാം. ഒരു ഹാപ്പി ന്യൂസ് എന്ന് എനിക്ക് പറയാം. എനിക്ക് സംതൃപ്തി തരുന്നതാണ്. എന്നെ സംബന്ധിച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയില്ല. കണ്ണൂർ PP ദിവ്യയുടെ കാര്യം, നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ എന്ന രീതിയിൽ ന്യൂസ് വന്നപ്പോൾ നമ്മൾ ന്യൂമറോളജിയിലൂടെ വീക്ഷിച്ചു. അത് ആത്മഹത്യയല്ല, അപകടമാണ്. എസ്പെഷ്യലി കഴുത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള മരണമാണെന്ന്. അപകടം ആണ്, ആത്മഹത്യയല്ല എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് ആത്മഹത്യയല്ല എന്ന് തെളിഞ്ഞത്, അല്ലെങ്കിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെളിയാതിരിക്കുക, പോലീസും കോടതിയൊക്കെ നോക്കട്ടെ. പക്ഷേ ആത്മഹത്യയല്ല എന്ന് വ്യക്തമായി. ന്യൂമറോളജിയിലൂടെ മാത്രമുള്ള വീക്ഷണമായിരുന്നല്ലോ. പിന്നെ കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന കാലത്തോളം സന്ദീപ് വാര്യർ BJPയിൽ തുടരില്ല എന്ന് നമ്മൾ വീഡിയോ ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസമാണ്, 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സന്ദീപ് വാര്യർ ആ പാർട്ടിയിൽ നിന്നും വിരമിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. അത് നമ്മുടെ ന്യൂമറോളജി വീക്ഷണമാണ്, പൊളിറ്റിക്കൽ വീക്ഷണമല്ല. പൊളിറ്റിക്കൽ വീക്ഷണമാകുമ്പം പോയിന്റ് മാത്രം അങ്ങ് പറഞ്ഞു വെക്കും. നമ്മളിതിനകത്ത് ആരെയും കുറ്റവും പറയില്ലല്ലോ. പൊളിറ്റിക്കൽ വ്യൂ ആണെങ്കിൽ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം മറ്റുള്ളവരെ. എനിക്കിഷ്ടപ്പെടാത്ത എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം, അതല്ല. നമുക്കിത് ന്യൂമറോളജിയുടെ ക്ലാസ്സാണ്. ക്ഷമാപൂർവ്വം കേട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് സസൂക്ഷ്മം വീക്ഷിക്കുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഈ ചാനലിൻ്റെ പ്രത്യേകത. കാരണം ധാരാളം പേര് കെടുതികൾ അനുഭവിക്കുക. എല്ലാം ഉണ്ടെങ്കിലും മനസ്സമാധാനം ഇല്ലാത്ത ആൾക്കാരുണ്ട്. സമ്പത്തുള്ളവരുണ്ട്, ഇവിടെ വരാറുണ്ട്. പക്ഷേ മനസ്സമാധാനം എന്നൊന്നുമില്ല. അനുസരണയില്ലാത്ത തോന്നിവാസം നടക്കുന്ന ഓരോ കുടുംബാംഗങ്ങളും ഏതെങ്കിലും സമയത്ത് കയറി വരിക, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. സമ്പത്തിന് കുഴപ്പമില്ല. അപ്പോൾ സമ്പത്ത് അവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകണം. നമുക്കിന്ന് ഗുരുവായൂർ ക്ഷേത്രം, കേരളത്തിലെ അല്ല ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. നല്ല നടവരുമാനവും പ്രശസ്തിയുമുള്ള ക്ഷേത്രമല്ലേ ഗുരുവായൂർ. ഗുരുവായൂരിനകത്ത് അക്ഷരങ്ങളുടെ എണ്ണം 9. 9 എപ്പോഴും ആധിപത്യത്തെ കാണിക്കുകയാണ്, ഉയർച്ചയെ കാണിക്കുകയാണ്. അടക്കി ഒതുക്കി നിർത്തും 9. നിങ്ങളുടെ പേരിൽ 9 ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. നെഗറ്റീവ് വരാതിരിക്കാൻ നോക്കണം പേരിനകത്ത്. ഗുരുവായൂർ എന്ന പേരിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 33. 33 എന്ന് പറഞ്ഞാൽ ഗുരുവും 3 ഗുരുവാണല്ലോ. ദേവഗുരുവല്ലേ. ഗുരു മീൻസ് വിജ്ഞാനം എപ്പോഴും ലഭിച്ചിരിക്കും. സാധാരണഗതിയിൽ ഈ സരസ്വതി ദേവിയാണ് നമ്മൾ വിജ്ഞാനത്തിന് വേണ്ടിയിട്ട്, വിദ്യയ്ക്ക് വേണ്ടിയിട്ട് നോക്കുന്നത്. ഗുരുവായൂർ 33 വന്നതിൻ്റെ പേരിലും ഏതെങ്കിലും ലെവലിൽ ഇത് കിട്ടും, വിജ്ഞാനം കിട്ടും. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, അദ്ദേഹത്തിൻ്റെ 27ാമത്തെ വയസ്സിലാണ് നാരായണീയം രചിച്ചത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, 27ാമത്തെ വയസ്സിൽ. പിന്നെ പൂന്താനത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ വിജ്ഞാനമാണ് ഈ 33. നിങ്ങളുടെ പേരിൽ 33 എന്ന ന്യൂമറിക്കൽ വാല്യൂ വന്നാൽ വളരെയേറെ ഗുണം ചെയ്യും. പ്ലെൻറ്റിഫുൾ ലൈഫ് എന്ന് പറയുന്നത് എല്ലാ ലെവലിലും, വാഹനം, നല്ല വസ്ത്രം, നല്ല വീട്, ബിസിനസ് സ്കിൽസ് എല്ലാം നിങ്ങളിൽ ഉണ്ടാകും. പ്രശസ്തി, മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്ര, വിദേശ രാജ്യത്തുള്ള ആൾക്കാർ നിങ്ങളെ അന്വേഷിച്ച് വരിക, പിൽഗ്രിം സെൻറ്ററിലേക്ക് യാത്ര ചെയ്യുക, അതൊക്കെ 33ൻ്റെ പ്രത്യേകതയാണ്. ഗുരുവായൂർ ആക്ച്വലി മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഒരു പിൽഗ്രിം സെൻറ്റർ ആണല്ലോ. കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്. അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുകയുള്ളൂ. ആ ക്ഷേത്രത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ പോലെയല്ലോ. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ടാകും, പള്ളികളുണ്ടാകും, മോസ്ക് ഉണ്ടാകും. പക്ഷേ ഗുരുവായൂർ എന്നാൽ ഒരു പിൽഗ്രിം സെൻ്ററായിട്ടേ മനസ്സിലേക്ക് ഓടി വരികയുള്ളൂ. ആ ക്ഷേത്രം, ടെമ്പിളെ മനസ്സിലേക്ക് ഓടി വരികയുള്ളൂ. 33ൻ്റെ പ്രത്യേകതയാണ്. നിങ്ങളുടെ പേരിൽ 33 ആക്കാൻ ശ്രമിക്കണം, നെഗറ്റീവ് വരരുത്. എന്നാൽ നിങ്ങൾ 3-ാം തീയതി ജനിച്ചവരാണെങ്കിൽ, 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ ഒരു കാരണവശാലും 33ലേക്ക് പോകരുത്. ബാഡ് റിസൾട്ടാണത്. ഒരാവേശത്തിന് 33ലേക്ക് കയറരുത്. ഈ 3 കൂടി ചേരുന്നത് 33ൻ്റെ 6 ശുക്രനാകുമ്പോൾ ഒരു കൊച്ചു പിടിവാശിയും എപ്പോഴും ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും.
ഗുരുവായൂർ ക്ഷേത്ര പരിസരം പൊതുവെ ഉറങ്ങുന്നില്ല എന്ന് തന്നെ പറയാം. അത് 6ൻ്റെ പ്രത്യേകതയാണ്. 33ൻ്റെ 3 3 6 കൂടിയ ശുക്രൻ എപ്പോഴും ആക്റ്റീവല്ലേ. ശുക്രൻ മീൻസ് എന്താ, ശുക്ര ആചാര്യർ, ശുക്രഗുരു, അസുര ഗുരുവാണ്. എപ്പോഴും അദ്ദേഹവും നല്ല ചുറുചുറുക്കായിരിക്കും. നിങ്ങൾ 6-ാം തീയതി ജനിച്ചവരാണെങ്കിൽ 15, 24 തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങളിലും ഈ കഴിവുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അത് നിങ്ങളുടെ കഴിവ് ഉറങ്ങിക്കിടക്കുകയായിരിക്കാം. ഒന്ന് ഉഷാറായിട്ട് നല്ല ചടുലമായിട്ടൊന്ന് ഇറങ്ങി നിങ്ങളുടെ മേഖലയിലേക്ക് ഇറങ്ങി നോക്കൂ. അവിടെ വിജയം സുനിശ്ചിതമാണ്. നല്ല വാക്ധോരണിയൊക്കെ നിങ്ങൾക്കുണ്ടാകും. നയപരമായിട്ട് പെരുമാറാനും അത് ചതിക്കാനൊന്നുമല്ല. ചില ആൾക്കാരുടെ ഈ ചതിയോടുകൂടി സംസാരിക്കും. അതിനെപ്പറ്റി ഇടയ്ക്കൊക്കെ നമുക്ക് ഉദാഹരണം വരുമ്പോൾ പറയാം. നിങ്ങൾക്ക് അങ്ങനത്തെ കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഗുരുവായൂരിൻ്റെ പേര് 33 ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ 6 ഉണ്ടെങ്കിലും ആ കഴിവുണ്ട് എന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ. പ്രവർത്തന പഥത്തിൽ കൊണ്ടുവരണം. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് ഓടി വരുന്നത് ടെമ്പിളാണല്ലോ. ഈ ടെമ്പിളിൻ്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്നാൽ 6 ഭാരതത്തിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ടെമ്പിൾ എന്ന പേരിലേ അറിയപ്പെടുന്നുള്ളൂ. 6. ടെമ്പിളിൻ്റെ ടോട്ടൽ വാല്യൂ 29. 29 അത്ര സുഖകരമായ കാര്യമല്ല. 29 എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഒട്ടുമിക്കത് നശിച്ച് ഇല്ലാതായില്ലേ. വിദേശീയരുടെ ആക്രമണത്താലാണ്. പിന്നെ മറ്റുള്ള പല ആൾക്കാരും നശിപ്പിച്ചിട്ടുണ്ട്. ധാരാളം തെളിവുകൾ ഇപ്പോൾ ചരിത്ര ഗവേഷകർ, ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാരെല്ലാം ഉയർത്തിക്കൊണ്ടുവരികയാണ്. കാരണം ടെമ്പിൾ എന്ന പേരിൽ നാശനഷ്ടങ്ങൾ കിടക്കുകയാണ്. 29 നമ്മൾ പല ഇഷ്ടംപോലെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. 29 നിങ്ങളുടെ പേരിൽ വന്നാലും ശരി, അത് ബുദ്ധിമുട്ടാകും. എത്രയോ നല്ല പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ്, അതെല്ലാം മണ്ണിനടിയിൽ പോയില്ലേ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, ഒരു ന്യൂമറോളജിസ്റ്റ്, ഒരു പ്രൊഫഷണൽ ന്യൂമറോളജിസ്റ്റ് അല്ലെങ്കിൽ പ്രോണോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു പക്ഷേ ഭാരതത്തിൽ ആദ്യമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ആൾ ഞാനായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അഹംഭാവമല്ല, അഹങ്കാരമല്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ടെമ്പിൾ എന്ന വാക്ക് വേണ്ട. അതിന് പകരം അമ്പലം എന്നിടണം. അമ്പലം. ഒരിക്കൽ 2, 3, 4 വർഷം മുൻപ് ഫേസ്ബുക്കിൽ ഞാൻ കുറിച്ചിരുന്നു, ഇന്ത്യയുടെ പേര് ഭാരത് എന്നാക്കണമെന്ന്. അതിന് ഒരാൾ തന്ന മറുപടിയാണ്, നിൻ്റെ അച്ഛൻ്റെ വകയാണോ ഇന്ത്യ എന്ന്. ഞാൻ പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ അദ്ദേഹം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം വിളിക്കുന്ന പിക്ചറാണ് ഇട്ടിരിക്കുന്നത്. ഇതെൻ്റെ സംഭവമാണ്. അതായത് അങ്ങനെ ദഹിക്കില്ലാത്ത ആൾക്കാർക്കൊന്നും ഉള്ളതല്ല. ഇത് അറിവുള്ള ആൾക്കാർക്ക് വേണ്ടി, പാണ്ഡിത്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രശാഖ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ ഇതിനു മുൻപായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ തലമുറയ്ക്ക് ദഹിക്കുകയേ വേണ്ട. പക്ഷേ എന്തെങ്കിലും ഇതിൻ്റെ ഈ ശാസ്ത്ര സത്യം കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികളോ ഏറ്റെടുത്തിരിക്കും. ടെമ്പിൾ എന്ന് വെച്ചാലും ശരി, ആ പേരുണ്ടെങ്കിൽ അവിടെ നാശനഷ്ടങ്ങളുണ്ടാകും. അതിന് ഉദാഹരണം നിങ്ങൾ നോക്കിക്കേ. കേരളത്തിൽ മാത്രം അല്ല, നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നോക്കിക്കേ, എത്രയോ ക്ഷേത്രങ്ങൾ നശിച്ചിരിക്കുക. അതുകൊണ്ട് ആ പേര് വേണ്ട. അമ്പലം എന്ന പേരായിരിക്കും ഏറ്റവും നല്ലത്. ഏത് ഗുരുവായൂർ അമ്പലം, ഗുരുവായൂർ ടെമ്പിൾ വേണ്ട. അമ്പലം എന്നുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിദേശികളും അമ്പലം ഉപയോഗിച്ചോളും. ടെമ്പിൾ എന്നുള്ള സായിപ്പെട്ട പേരല്ലേ. ടെമ്പിളിനകത്ത് ഇത് അമ്പലത്തിനകത്ത് 7 ലെറ്റേഴ്സാണ്. 7 ലെറ്റേഴ്സ് വരുന്നത് അത്ര ശരിയല്ല, നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇത് ആധ്യാത്മിക തലത്തിൽ 7ഉം 8ഉം വളരെ ഏറ്റവും മികച്ച നമ്പേഴ്സാണ്. ആധ്യാത്മിക തലത്തിൽ ഉയർന്ന ആൾക്കാരെല്ലാവരും തന്നെ 7, 8-ാം തീയതിക്കാരാണ് പൊതുവെ എടുക്കുന്നത്, കമ്പയർ വിത്ത് അതർ നമ്പേഴ്സ്. അപ്പോൾ അമ്പലം എന്നിട്ടാൽ അതിനകത്ത് 7 ലെറ്റേഴ്സ് വന്നു. ഒരു മനുഷ്യനല്ല പേരിടുന്ന, ദൈവികമായ പരിവേക്ഷമണിയുന്ന ഒരു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പേരാണ് അമ്പലം. അമ്പലത്തിന് 7 ലെറ്റേഴ്സ് ഉള്ളത് നല്ലതാണ്. അമ്പലത്തിൻ്റെ ടോട്ടൽ വാല്യൂ AMBA അമ്പലത്തിൻ്റെ ടോട്ടൽ വാല്യൂ 16, 6, 1, 7. അതവിടെ വളരെ സ്യൂട്ടബിളാണ്. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഇതിലുമായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ടെമ്പിൾ എന്ന പേര് മാറ്റിയിട്ട് അമ്പലം എന്നാക്കണമെന്ന്.
അപ്പോൾ ഇങ്ങനെ ഇതാണെങ്കിൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 7, അമ്പലം എന്ന പേരിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 16, 617 സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരിക്കും. ഒരു ക്ഷേത്രവും ഒരു അമ്പലവും പിന്നീട് നശിക്കത്തില്ല. കാരണം സ്പിരിച്വലായിട്ടുള്ള ആ ഗ്രോത്ത്, ആ ഓറ എല്ലായ്പ്പോഴും അവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. ആർക്കും അതിനെ തകർക്കാനാവില്ല. എന്നാൽ ടെമ്പിളാണല്ലോ 29 വന്നതിൻ്റെ പേരിലാണ് ആ നഷ്ടങ്ങൾ. 2 9 കൂടി ചേർന്ന് വീണ്ടും 2ലേക്കാണ് പോയത്. ഇനി അമ്പലത്തിൻ്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 7ഉം ന്യൂമറിക്കൽ വാല്യൂ 16 അല്ലേ? 16 7 എത്രയാണ്? 23. ഗുരുചന്ദ്രയോഗം, ധനം ഉണ്ടാകും. അങ്ങനെ ക്ഷേത്രങ്ങളിൽ ധാരാളം ധനം എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ മോശമല്ല ആ കോമ്പിനേഷൻ. എന്നാൽ ഇതേ പേരിൽ വ്യക്തികളിൽ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം വ്യക്തികളിൽ എല്ലായ്പ്പോഴും സ്പിരിച്വാലിറ്റി കാണത്തില്ല. അവരിൽ ചില സമയങ്ങളിൽ മൃഗീയ വാസന ഉണ്ടാകും. ആ മൃഗീയ വാസന സ്പിരിച്വൽ നമ്പേഴ്സുകാർക്ക് പറ്റത്തില്ല. സ്പിരിച്വൽ നമ്പേഴ്സുകാർ എപ്പോഴും വളരെ സോഫ്റ്റായിട്ട് മറ്റുള്ളവരെ പഴിക്കാതെയൊക്കെ നിൽക്കണം. ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിലും സന്താനങ്ങളും പിതാവുമായിട്ടുള്ള ബന്ധമാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അത് സാധിക്കത്തില്ലോ. നമ്മളെല്ലാത്തിനും അതീതമല്ലല്ലോ. എന്നാൽ ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അമ്പലം എന്ന പേരിടുന്നത്. ഇനി മറ്റൊരു കാര്യമെടുത്താൽ ക്ഷേത്ര എന്നെടുത്താലും നല്ലതാണ്. ക്ഷേത്രം എന്നാൽ അതും നല്ലതാണ്, ക്ഷേത്ര എടുത്താലും നല്ലതാണ്. ക്ഷേത്രയ്ക്ക് ടോട്ടൽ നമ്പർ 8 അക്ഷരങ്ങളാണ്. 8 എപ്പോഴും മതപരമായ കാര്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞല്ലോ. 8ഉം 7ഉം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മതപരം ഒക്കെ അതിനകത്താണല്ലോ. മതപരമായ കാര്യത്തിന് 8 നല്ലതാണ്. അപ്പം ക്ഷേത്രയ്ക്ക് 8 ലെറ്റേഴ്സാണ്. അതിൻ്റെ വാല്യൂ 27. 27 എന്ന് പറഞ്ഞാൽ അധികാരം. ക്ഷേത്ര എന്ന പേര് വന്നാൽ അവിടെ അധികാരം ഉണ്ടാകും. ഇന്നത്തെ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഭരണാധികാരികൾ തമ്മിൽ അധികാരമുണ്ടോ? അവർക്ക് അറിവുണ്ടോ? ഞാൻ ഈ മണവണ പറയല്ല, ഒരു അനുഭവമാണ്. ട്രിവാൻഡ്രത്തൊരു ക്ഷേത്രത്തിൽ ചെന്നു. നെയ്യാറ്റിൻകരയിൽ ഒരു ഉൾനാടൻ പ്രദേശം ഭഗവതി ക്ഷേത്രത്തിൽ. അവിടെ ചെന്നപ്പോൾ വളരെ മോശമായ രീതിയിൽ ഈ പെട്രോമാക്സില്ലേ, മണ്ണെണ്ണ എന്ന് വെച്ചാൽ അസുരന്മാരുടെ ഇതാണ്, വെളിച്ചമാണ്. ദേവന്മാർക്കുള്ള നെയ്വിളക്കും നല്ലെണ്ണയൊക്കെയാണ്. അവിടെ അത് വെച്ചുകൊണ്ട് ഭജന നടത്താൻ പോകുന്നു. പിന്നെ അവിടുത്തെ ഒരു പൂജാരിയുടെ സഹായിയായിട്ടുള്ള ആ പയ്യൻ കറുത്ത ടീഷർട്ടും ജീൻസ് ഇട്ടുകൊണ്ട് മണിയടിക്കുന്നു, ശംഖു ഊതുന്നു. ഇതെല്ലാം ഞാൻ കണ്ടുപിടിക്കുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡിലെ അവിടുത്തെ പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, എത്ര മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പാശ്ചാത്യ വേഷങ്ങൾ ഇട്ടുകൊണ്ടാണോ ഈ ക്ഷേത്രത്തിനകത്ത് ഇതൊക്കെ ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ മണ്ണെണ്ണ ഉപയോഗിച്ചുകൊണ്ട് കോമ്പൗണ്ടിൽ കയറാൻ പറ്റത്തില്ല. ദേവചൈതന്യം നഷ്ടപ്പെടില്ലേ? അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം നല്ല മുണ്ടൊക്കെ കൊടുത്ത് കഴുത്തിൽ നല്ലൊരു 3-4 പവൻ്റെ മാലയൊക്കെ ഇട്ട് ഒരു വേഷ്ടിയൊക്കെ ധരിച്ചുകൊണ്ട് പ്രതാപശാലിയായിട്ട് വന്ന്. ഒന്നും അറിയില്ല അദ്ദേഹത്തിന്. പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ആരും ഇതിങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രധാനമായിട്ടും ദൂരദേശങ്ങളിൽ നിന്ന് ആരും വരാറില്ല. ഇങ്ങനെ ഒരു അന്യദേശത്ത് നിന്ന് ആദ്യമായിട്ടാണ് അവരുള്ള വരുന്നതും ഈ തെറ്റുകൾ കണ്ടുപിടിച്ചതും. ഇത് കഥ പറയില്ല കേട്ടോ. ഇത് നിങ്ങളുടെ വീട്ടിലും ചെയ്യണം. ക്ഷേത്ര പരിസരങ്ങളിൽ മണ്ണെണ്ണ വിളക്കൊന്നും ഉപയോഗിക്കരുത്. ദേവചൈതന്യം കുറയും. ഗുരുവായൂരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഗുരുവായൂർ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണല്ലോ. അതിലൂടെ ന്യൂമറോളജി പഠിക്കുകയും കൂടി ചെയ്യുകയാണ്. കേൾക്കുന്ന ആർക്കെങ്കിലും അക്ഷമ ഉണ്ടാകരുത്. ഇതൊരു പഠന ക്ലാസ്സാണ്. പഠന ക്ലാസ്സിൽ പല വിഷയങ്ങളും വേണ്ടി വരും. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാൻ നമ്മൾക്ക് ഒരു പാർട്ടിയില്ലല്ലോ. അപ്പം ക്ഷേത്രത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 8, 27 ന്യൂമറിക്കൽ വാല്യൂ. 27 8 35 വളരെ സ്ട്രോങ് ആണ്. ആ സ്പിരിച്വാലിറ്റി വീണ്ടും കൂട്ടും. നല്ല അധികാരമായിരിക്കും. അവിടെ വന്ന് ആർക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ദൈവീയമായ ചൈതന്യം അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ നേച്ചറിലെ ആ ശക്തി ആ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിന് കൂടുതലായിട്ട് കൊടുത്തിരിക്കും. 8 അത്രയ്ക്കും നല്ല നമ്പറാണ്. മിസ്റ്റിക് നമ്പറില്ലേ 8, 2 0 അല്ലേ? 35 വന്നു കഴിഞ്ഞാൽ ഈ സ്ഥാവര ജംഗമ സ്വത്തുക്കളൊക്കെ കിട്ടും. 29 വന്നതിൻ്റെ പേരിലാണ്, ടെമ്പിൾ എന്ന പേര് ഉപയോഗിക്കുന്നതിൻ്റെ പേരിലാണ് ക്ഷേത്രങ്ങൾക്ക് ധാരാളം ലക്ഷക്കണക്കിന് വസ്തുക്കളുണ്ടായിരുന്നു, അല്ലെ കോടിക്കണക്കിന് സ്ഥാവര ജംഗമ സ്വത്തുക്കളുണ്ടായിരുന്നു. ഇന്ന് എവിടെ പോയി? എന്തെങ്കിലും ഉണ്ടോ? അതിലൊക്കെ എന്തെങ്കിലും നമുക്ക് എത്ര പറയാൻ പറ്റുമോ? കേരളത്തിൽ എത്ര ക്ഷേത്രങ്ങളുണ്ട്? കുറച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുണ്ട്.
ദേവസ്വം ബോർഡിൻ്റെ. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ക്ഷേത്രങ്ങളിൽ വരുമാനം കൂടി ഇപ്പം കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അങ്ങ് കൊണ്ടുപോയി ഭരണകാര്യങ്ങൾക്കായിട്ട്. എന്നാൽ ക്ഷേത്ര എന്ന പേരോ അമ്പലം എന്ന പേരോ വന്നാൽ ഈ ദേവസ്വം ബോർഡൊക്കെ മാറിപ്പോകും. ഇത് ഇന്നല്ല എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അന്യായത്തിന് നമ്മൾ കൂട്ടു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗവൺമെൻറ് നമ്മൾ ധിക്കരിക്കല്ലോ. ഗവൺമെൻറ് തെറ്റായ രീതിയിലാണ് അവരുടെ നിയമം അവിടെ എഴുതി വച്ചിരിക്കുന്നതെങ്കിലോ. ഇത് അപ്പം നിങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെ സ്പിരിച്വലായിട്ടുള്ള ആഗ്രഹിക്കുന്നവർ 8ഉം 7ഉം ഒക്കെ സ്വീകരിക്കുന്നത് നല്ലതാണ്. എന്നാൽ നമ്മൾ കാണുന്നവരെല്ലാവരും പല ആൾക്കാർ 7 അപകടകാരിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അധർമ്മം ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ. ആ ദൂഷ്യവശം കാണാതെ മറ്റുള്ളവരെ പഴിക്കാൻ നിങ്ങൾ ദയവായിട്ട് ശ്രമിക്കരുത്. 8ഉം 7ഉം നല്ലതാണ്. പതുക്കെ പതുക്കെ പറഞ്ഞു തരാം അതിൻ്റെ ക്വാളിറ്റീസൊക്കെ. ഗുരുവായൂർ എന്ന സ്ഥലത്ത് ആ മുനിസിപ്പാലിറ്റിയിൽ ഉള്ള കാര്യം പറഞ്ഞു. മുനിസിപ്പാലിറ്റി അവിടെ ആരാണ് ഇരിക്കുന്നത്? ഗുരുവായൂർ എന്ന് പറയുമ്പോൾ എൻ്റെ ഗുരുവായൂരപ്പ എന്നാണ് വിളിക്കുന്നത് അല്ലേ, ഗുരുവായൂരപ്പൻ. അതാണ് ആ മൂർത്തിയുടെ പേര് അങ്ങനെയായിട്ട് അങ്ങ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഭക്തജനങ്ങളുടെ ഇടയിൽ. ഗുരുവായൂരപ്പൻ്റെ പേരിനകത്ത് 14 ലെറ്റേഴ്സ് ഉണ്ട്, 14 ലെറ്റേഴ്സ്. 14 എപ്പോഴും ധനത്തെ കാണിക്കുകയാണെന്ന് അറിയാമല്ലോ. ആ ദേവസ്വത്തിൽ കുമിഞ്ഞു കൂടുവല്ലേ ഓരോ നിമിഷവും ധനം. വിദേശത്തു നിന്നൊക്കെ എത്രയോ കോടിക്കണക്കിന് അവിടെ വരുന്നത്. അത് 14ൻ്റെ പ്രത്യേകതയാണ്. ഈ ഗുരുവായൂരപ്പൻ എന്ന പേര് ആരോ എന്നോ ഇട്ടു. ഗുരുവായൂർ എന്ന പേരും അവിടുത്തെ അപ്പൻ എന്ന് വിളിച്ചു. അവർ ഈ ന്യൂമറോളജി പഠിച്ചുകൊണ്ടാണോ 14 ലെറ്റേഴ്സ് ഉണ്ടായാൽ ഗുരുവായൂരപ്പൻ ധാരാളം ധനം ലഭിക്കുമെന്ന്? അല്ല, ഇതൊക്കെ എതിർച്ചയായി വരുന്നതാണ്. 14 ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ നല്ലതാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. 5, 14, 23 നിങ്ങൾക്ക് എങ്ങനെയും പണം ഉണ്ടാക്കാൻ പറ്റും. മോഷണത്തിന് സപ്പോർട്ട് ചെയ്യില്ല. മോഷ്ടിച്ചായാലും കള്ളന്മാരൊക്കെ ആണെങ്കിൽ അവർ 14 ആണെങ്കിൽ അവർ എപ്പോഴും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചൂതുകളിക്കാർ അവരൊക്കെ പൈസ ഉണ്ടാകും. ചൂത് എന്ന് വെച്ചാൽ എന്താ, ഇവർ ലോട്ടറിയൊക്കെ എടുത്താൽ അവർക്ക് അല്പം കൂടി ചാൻസ് കൂടുതലാണ്. ഇനി ഗുരുവായൂരപ്പൻ എന്ന പേരിനകത്ത് നമ്പർ ഓഫ് ലെറ്റേഴ്സ് 14 ആണെങ്കിലും 56 എന്നാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. 56, 5ഉം 6ഉം കൂടി ചേരുന്നതല്ലേ. 5 ബുധൻ, 6 ശുക്രൻ. ബുധനും ശുക്രനും കൂടി ചേരുന്നത് 56. പൊതുവേ നല്ലതാണ്. 5ഉം 6ഉം കൂടി ചേരുക, ബുധനും ശുക്രനും കൂടി 11ലേക്കാണ് പോകുന്നത്. പക്ഷേ 5ഉം 6ൻ്റെ കോമ്പിനേഷൻ നല്ലതാണ്, വളരെ ഗുണം ചെയ്യുന്നതാണ്. പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ആർക്കാണ്? 7ാം തീയതിക്കാർക്കാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ജനിച്ച ഡേറ്റ് 7ാം തീയതിയാണ്. 7, 16, 25 ആണെങ്കിൽ നിങ്ങളുടെ ലക്കി നമ്പർ 7ആണ്. അതിനെ ശപിക്കപ്പെട്ട നമ്പറായിട്ട് എടുക്കരുത്. പല ആൾക്കാരുടെ ഈ ഇതിനകത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ 7ആണല്ലോ. നിങ്ങൾ നിരാശപ്പെടരുത്. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് നെഗറ്റീവ് അല്ല തന്നത്. ആദ്യമേ സത്യാവസ്ഥ മനസ്സിലാക്കുക. എന്നെ സമീപിക്കുന്ന പല ആൾക്കാർക്കും സ്പിരിച്വലായിട്ടുള്ള അറിവാണല്ലോ കൊടുക്കുന്നത്. ന്യൂമറോളജിക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ ദക്ഷിണ സമർപ്പിച്ചിട്ട് സമീപിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ ധാരാളം ഐഡിയാസ് കൊടുക്കാറുണ്ട്, ധാരാളം ടിപ്സാണ് കൊടുക്കുന്നത്. ജീവിതത്തിൽ വേറൊരു പന്ഥാവിലേക്ക് ഞാൻ അവരെ കയറ്റി അയക്കുന്നുണ്ട്, അവർ പോലും അറിയാതെ. ഇവിടെ കൺസൾട്ടേഷൻ വരുന്നവരുടെ അടുത്തും അങ്ങനെയാണ് പറയുന്നത്. ദൈവം നാളെ തൊട്ട് പൂജ കഴിപ്പിച്ചു, ഒരു 10,000 രൂപ 1,00,000 രൂപ എന്നൊന്നും ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പൂജ കഴിപ്പിക്കാൻ പറയാറുണ്ട് വിശ്വാസമുണ്ടെങ്കിൽ. അപ്പോൾ 56 നല്ലതാണ്. 7ാം തീയതിക്കാർക്കാണ്. നമുക്കിനി അവിടുത്തെ ഭാവം ശ്രീകൃഷ്ണനായിട്ടല്ലേ എടുത്തിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ 7ാമത്തെ ആളാണോ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിൽ? അല്ലല്ലോ. മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, രാമോ രാമ രാമച്ഛ ശ്രീകൃഷ്ണ കൽക്കുന്ന. അപ്പോൾ ശ്രീകൃഷ്ണൻ 9ാമത്തെയാണ്. പക്ഷേ 7ാം തീയതിക്കാർക്കാണ് ഗുരുവായൂരപ്പൻ എന്നുള്ളത് നല്ലത് എന്നും പറയാമല്ലോ. അതിൻ്റെ പേരിലും കൂടിയിട്ട് അവിടെ എപ്പോഴും യുദ്ധം ഉണ്ടാകും. 56 മോഷണം, ചതി, വഞ്ചന, ഓപ്പോസിറ്റ് സെക്സ് മുഖാന്തരം വഞ്ചന. അവിടെ ഇതിനു മുൻപായിട്ട് മോഷണമൊക്കെ നടന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും കണ്ടു കിട്ടാത്ത മോഷണം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും അവിടെ ഒരു മോഷണം ഉണ്ടായി. ഒരു ദാമോദരൻ നമ്പൂരിയാണ് തോന്നുന്നു, അവിടുത്തെ മേൽശാന്തി. അദ്ദേഹം റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ താക്കോലെല്ലാം പടിക്കൽ വെച്ച് ഗുരുവായൂരപ്പനോട് ഗുഡ് ബൈ പറഞ്ഞു. അന്ന് രാത്രിയിൽ അവിടെ ആ സമയത്ത് താക്കോൽ വെച്ചപ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ ശരീരത്തിലുള്ള ചില വജ്രം അല്ലെങ്കിൽ നവരത്നങ്ങളുടെ പലതും നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നു. അദ്ദേഹം അവിടെ വെച്ച് വിലപിച്ചു, ദേവസ്വം ബോർഡിലൊക്കെ അറിയിച്ചു. അദ്ദേഹത്തിനെതിരായിട്ട് കേസായി. അദ്ദേഹം അസുഖം വന്ന് മരിച്ചു. പിന്നീട് അദ്ദേഹത്തിന് 2 ആൺപിള്ളേർ, കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരിക്കാം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആര്യൻ എന്ന സിനിമ പണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട്. ആര്യൻ, അതാണ് അതിൻ്റെ കഥാതന്തു. തിക്കുറിശി ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് വന്നത്. അപ്പോൾ 56-ൻ്റെ പ്രത്യേകതയാണ്. ആരെങ്കിലും അവിടെ ചതി ഉണ്ടായിരിക്കും. അത് ഇന്നേ വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഏറെ വർഷങ്ങൾക്ക് ശേഷം കിണറ്റിൽ നിന്ന് എന്തൊക്കെയോ കിട്ടി. വീണ്ടും ഒന്ന് പരിശോധിച്ചു, എല്ലാം കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങളുടെ പേരിൽ 56 ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ മാതാവോ അല്ലെങ്കിൽ പിതാവിൻ്റെ പേരോട് കൂടിയോ വീട്ടുപേരോടോ കൂടിയോ 56 ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് മാറ്റേണ്ടതാണ്. അപകടമാണ്, ചതിക്കും. നിങ്ങൾ സ്ത്രീയാണെങ്കിൽ പുരുഷനാണെങ്കിൽ സ്ത്രീ, ഇയാൾ ചതിക്കപ്പെടും ഏതെങ്കിലും രീതിയിൽ. ആദ്യമേ വളരെ സ്നേഹത്താൽ നെയ്യിട്ട് തലോടിക്കൊണ്ട് വന്നിട്ടായിരിക്കും ചീറ്റ് ചെയ്യുന്നത്. 56. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പേരിൽ 56 ഉള്ളതിൻ്റെ പേരിൽ ചതി ഉണ്ടാകും, എതിർലിംഗത്താൽ പ്രത്യേകിച്ച്. ഇനി 56-ഉം ന്യൂമറിക്കൽ വാല്യായ 56-ഉം നമ്പർ ഓഫ് ലെറ്റേഴ്സായ 14 കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 70. 70 എപ്പോഴും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതല്ലേ? ഭാരതത്തിലേക്ക്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ഷേത്രങ്ങളൊന്നല്ലേ ഗുരുവായൂരപ്പൻ? 70 സ്പിരിച്വലാണ്, വളരെ നല്ലതാണ്. അങ്ങനെ മതപരമായ കാര്യങ്ങൾ എന്തെങ്കിലും, നിങ്ങൾ ഏത് മതസ്ഥരായിക്കോട്ടെ, മതപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്ഥാപനങ്ങൾക്ക് പേരിടുമ്പോൾ 70 വരുന്നത് നല്ലതാണ്. വ്യക്തികൾക്ക് വരുമ്പോൾ മനുഷ്യൻ സാധാരണക്കാരനാണ്. അവൻ എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കാനുള്ള മനോബലമില്ല, അറിവുണ്ടെങ്കിൽ തന്നെ കൂട്ടുകെട്ട് മുഖാന്തരമോ ഏതെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അവൻ ആ വേദനയുടെ പുറകെ പോകത്തേയുള്ളൂ. വേദന വരുമ്പോൾ നെഗറ്റീവിലേക്ക് പോകുള്ളൂ, പോസിറ്റീവ് തോട്ട്സ് വരത്തില്ല. അതുകൊണ്ട് 7 വരുന്നത് വളരെ സൂക്ഷിക്കണം. നിങ്ങൾ മിക്കവരും 7-ആയിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും. ജനിച്ചവരോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ 56-ഉം 14 കൂടി കൂട്ടിയപ്പോൾ 70 വന്നതിൻ്റെ പേരിൽ ഒരു ആത്മീയ കേന്ദ്രമായിട്ടാണ്, ഭൂമിയിലെ വൈകുണ്ഠം എന്ന പേരിലാണ് ഗുരുവായൂർ അറിയുന്നത് തന്നെ. അത് നല്ലതാണ്. എതിർലിംഗത്താൽ വഞ്ചിക്കപ്പെടും എന്നാണല്ലോ ഈ 56-ൻ്റെ പ്രത്യേകത. അവിടെ ജസ്ന സലീം എന്നുള്ള ഒരു പെൺകുട്ടി ശ്രീകൃഷ്ണൻ്റെ, ഉണ്ണിക്കണ്ണൻ്റെ പടം വരച്ച് ധാരാളം ലക്ഷങ്ങൾ പൈസ വാരിയെടുത്തു. വേറെ ഒരു പെൺകുട്ടിയും അവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. എതിർ ലിംഗം എന്ന് പറയുന്നുണ്ട്, ഓപ്പോസിറ്റ് സെക്സ് മുഖാന്തരമാണ് മോശം വരുന്നതെന്ന്. അവിടെ എത്ര ഭക്തർ വരുന്നുണ്ട്, ഇത്രയും വർഷങ്ങൾ കൊണ്ട് 5000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത്. എത്ര കോടിക്കണക്കിന് ആൾക്കാർ വന്നു. പക്ഷേ ഈ ജസ്ന സലീം മാത്രം അവിടെ അറിയപ്പെട്ടു ഭക്തന്മാരുടെ. പിന്നെ കുറൂരമ്മയുണ്ട്, അത് വേറെ, ആ കഥയിലേക്ക് പോകണ്ട. സ്ത്രീകൾ മുഖാന്തരമുള്ള പേരിൽ ജസ്ന സലീം എന്നും അറിയപ്പെട്ടു. ഈ ജസ്ന സലീമിൻ്റെ പേരിൽ 10 ലെറ്റേഴ്സോടെ JASNASALIM 10 ലെറ്റേഴ്സ്. 10 പേരിൽ 10 ഉണ്ടെങ്കിൽ അവരും പണം ഉണ്ടാക്കുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. ജോലി ചെയ്ത് തന്നെയാണ് പണം ഉണ്ടാക്കുന്നത്, ചൂതാട്ടമൊന്നുമില്ല. 5കാരൊക്കെയാണ് ഈ ചൂതാട്ടത്തിലൂടെ ഏതെങ്കിലും ലെവലിൽ പണം ഉണ്ടാക്കുന്നത്, ഊഹക്കച്ചവടത്തിലൊക്കെ. ഇത് 10കാരങ്ങനെയല്ല, ജോലി ചെയ്ത്. പക്ഷേ ജസ്ന സലീം പടം വരച്ച് തന്നെ കൊടുത്തു, പണം ഉണ്ടാക്കി. ആ ഒന്ന് എപ്പോഴും പണം ഉണ്ടാക്കി. 0 എന്നാൽ എന്താണ്? സ്പിരിച്വാലിറ്റി കാണിക്കുന്നു, നേച്ചേഴ്സ് എനർജി കാണിക്കുന്നു. അവിടെ എന്തെങ്കിലും പാകപ്പിഴ വന്നാൽ ദൂഷ്യം ചെയ്യും. ജസ്ന സലീം എന്തോ പാകപ്പിഴ കാണിച്ചു. അന്നല്ലേ അവിടെ കേക്ക് മുറിച്ചത്, അവരല്ലേ കേക്ക് മുറിച്ചത്. ഒരു ക്ഷേത്രത്തിൽ ഒരു കാരണവശാലും കേക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം. ഇനി അഥവാ ഈ ജസ്ന സലീമിനെ അറിയില്ലെങ്കിൽ, അറിയാത്ത കുട്ടിയാണോ, കണ്ണൻ്റെ പടമൊക്കെ വരയ്ക്കുന്നവർ ഇപ്പം ഭക്തിയൊക്കെ വേണ്ടതല്ലേ, അഥവാ അറിയത്തില്ലെങ്കിൽ അവിടെ വന്ന് കേക്ക് മുറിക്കണം എന്നുണ്ടെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളോട് ചോദിച്ചാൽ അവർ പറയില്ലേ ഇതിവിടെ അല്ല, ഇവിടെ അല്ലെന്ന്. അപ്പോൾ മനസ്സിലെന്തോ കുൽസിതമായിട്ടുണ്ടാകും. ഞാൻ ഈ ജസ്ന സലീമിനെ കണ്ടിട്ടില്ല. നമ്മൾ ന്യൂമറോളജിയുടെ കാഴ്ചപ്പാട് മാത്രമേ എടുക്കാവുള്ളൂ. നിങ്ങളാരും വിമർശനാത്മകമായിട്ട് ആ കുട്ടിയെ കുറ്റം പറയരുത്. നമുക്ക് സകല കാര്യങ്ങൾ എടുക്കാം, ഭൂമിയിലെ സകല ക്യാരക്ടർ എടുക്കാം. ന്യൂമറോളജി അത്രയും ഡീപ്പാണ്. കേക്ക് മുറിച്ചു. ആ കേക്ക് മുറിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ്. ഓഗസ്റ്റ് മീൻസ് 8 സ്പിരിച്വാലിറ്റിയുടെ നമ്പറാണ്, അപകടം പിടിച്ച നമ്പറാണ്. ഓഗസ്റ്റ് മാസമാണ് കുട്ടി, അത് 26-ാം തീയതി. 26 എന്ന് വെച്ചാൽ 2+6 8. വീണ്ടും അപകടത്തിലേക്ക്, ഒരു അപകടത്തിലെ മേഖലയിലേക്ക് ആ കുട്ടി വന്നു. ഓഗസ്റ്റ് 26 എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 8-ാം മാസം 26 8 തൊട്ട് 16 കണ്ടോ അവിടെ 7 വന്നത്.
16 അപകടം പിടിച്ചതാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മളെ കെണിയിൽ വീഴിക്കും. ഒളിഞ്ഞിരിക്കുന്ന ചതിയാണ് 16. ആ പെൺകുട്ടി ഈ ടോട്ടൽ ഈ ഓഗസ്റ്റ് 26-ാം തീയതി 16-ന്റെ ഡേറ്റിൽ വരുത്ത രീതിയിലാണ് കുട്ടി ആ പണി ചെയ്ത് വെച്ചത്. അല്ലെങ്കിൽ നല്ല പോപ്പുലാരിറ്റി കിട്ടിയ പെൺകുട്ടിയല്ലേ. ഇനി ആ കുട്ടിയെ ഏതെങ്കിലും ക്ഷേത്ര പരിസരങ്ങളിലേക്ക് അടുപ്പിക്കുമോ? ഇല്ല, അടുപ്പിക്കത്തില്ല. മറ്റുള്ള അപകടം കൂടി നമുക്ക് നോക്കാം ഉണ്ടാകുന്നു. ഇത് കഴിഞ്ഞിട്ടോ സാധാരണ ആൾക്കാർ ഒരു ക്ഷമ പറയും പബ്ലിക്കായിട്ട്. എനിക്കറിയില്ലായിരുന്നു. അറിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും മഹത്തായ ക്ഷേത്രങ്ങളിൽ കേക്ക് മുറിക്കാൻ പാടില്ല, ക്ഷേത്രത്തിലെ ആചാര മര്യാദയല്ല. ഇനി അതിനെ ന്യായീകരിച്ചുകൊണ്ട് യൂട്യൂബിൽ വന്ന് പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കണ്ണൻ്റെ അരുമയാണ്, എന്നെ കണ്ണൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് അവർ പറയുന്നത് കേട്ടു. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അവരുടെ സ്വഭാവം മോശമായിട്ടില്ല. SA എന്ന ലെറ്റർ അവരുടെ പേരിലുണ്ട്. ജസ്ന, ASA, ആ കോമ്പിനേഷൻ വളരെ നെഗറ്റീവും കൂടിയിട്ടാണ്. കാരണം സ്മാർട്ട്നെസ് കാണിക്കും, വാചക കസരത്ത്, പാണ്ഡിത്യമുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേരിൽ SA ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ലേശം മാറി നിന്ന് കച്ചവടമൊക്കെ ചെയ്താൽ വിജയിക്കാം. നേരെ ചൊവ്വേ പോയാൽ മതി. SA എപ്പോഴും അനുകൂലമായിട്ടും വരാം. SA കഴിഞ്ഞിട്ട് LI ആണ് വന്നത്. LIക്ക് പറയുന്നത് പ്രോണോളജി പ്രകാരം ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ അർത്ഥം എന്താണ്? നുണ, അസത്യം. ഈ പെൺകുട്ടി അസത്യമാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പേരിടുമ്പോൾ ഇങ്ങനെയുള്ള പേരൊക്കെ വന്നാൽ ദൂഷ്യം ചെയ്യും. ഈ തലമുറ ഇങ്ങനെ പോട്ടെ, അടുത്ത തലമുറയിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ജസ്ന സലീം വളരെ ന്യായീകരിച്ചു. കാരണം SA എന്നുള്ള ഒരു പ്രാഗൽഭ്യമുള്ള വാക്ചാതുര്യമുള്ള 2 ലെറ്റേഴ്സും അത് കഴിയുമ്പോൾ LI വന്നു, ലൈ വന്നു, നുണ വന്നു. നുണയങ്ങ് ശരിക്കും അവരങ്ങ് തിരികെ കയറ്റി യൂട്യൂബിൽ വന്ന് പറഞ്ഞതാണ്. ഞാനത് കേട്ടതാണ്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കും, കമൻ്റൊന്നും എഴുതാറില്ല. ഈ SA വന്നു കഴിഞ്ഞാൽ അന്യനാടുകളിൽ പോയി നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോകാനുള്ള യോഗമുണ്ട് ഒരു പരിധിവരെ. പൂർണ്ണമായിട്ടല്ല, നല്ല സാധ്യതയുണ്ട്. ഇവർ കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള പെൺകുട്ടിയാണ്. 28-29 വയസ്സേ ഉള്ളൂ. ആ കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നും തൃശ്ശൂർ വന്ന് അല്ലെങ്കിൽ ഗുരുവായൂർ വന്നിട്ടാണ് ഈ കച്ചവടമൊക്കെ ചെയ്തത്. ഉണ്ണിക്കണ്ണൻ്റെ പടം വരച്ച്. അപ്പോൾ അല്പം യാത്ര ചെയ്താണ് ജീവിച്ചത്. അല്ലെങ്കിൽ അവർക്ക് അന്ന് കൊയിലാണ്ടിയിൽ തന്നെ അവരുടെ വീട്ടുമുറ്റത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ പോരെ. അപ്പോൾ SA എന്ന ലെറ്റേഴ്സ് യാത്രയെ കൂടി സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് ഗുരുവായൂരിൻ്റെ കാര്യം എടുക്കാം. ഗുരുവായൂർ എന്ന പേരിന് 9 ലെറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂമറിക്കൽ വാല്യൂ 33. ജസ്ന സലീമിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 23 23 പേര് പണം ഉണ്ടാക്കുമല്ലോ. SALIയുമാണ് കേട്ടോ, ജസ്നയുടെ JASN. 23 പേര് പണം ഉണ്ടാക്കും. അവരുടെ പേരിൻ്റെ വാല്യൂ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 10. 23 10 33. അവർ പ്രശസ്തിയായോ? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്തിയായ സ്ത്രീയാണ് അവർ. എന്തായാലും ആ 33 ഗുരുവായൂരിന് 33. 33 എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ എൻ്റെ പേരിൽ SB അജിത് കുമാർ എന്നാണ് എൻ്റെ പേരിൽ നിന്ന് നിങ്ങളുടെ സ്ഥിരം എൻ്റെ വ്യൂവേഴ്സിന് അറിയാം. അയ്മനം അജിത്ത് എന്നുള്ള പേരിൽ വന്നതിൻ്റെ പേരിലാണ് നിങ്ങളും ഇപ്പോൾ എന്നെ അറിയുന്നത്. 33. അജിത്തിനകത്ത് ഒരു T കൂടി ആഡ് ചെയ്തു, AJTTH. പക്ഷെ അവിടെ ഒരു അപകടം കിടപ്പുണ്ട്. 13 ലെറ്റേഴ്സ് ഉണ്ട്. അതിലൊരു അപകടം ഉണ്ടെന്ന് എനിക്കറിയാം. ആ അപകടം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ജസ്ന സലീമിൻ്റെ പേരിൽ 33 വന്നു. നമ്പർ ഓഫ് ലെറ്റേഴ്സ് 10, വാല്യൂ 23 10 33 വന്നപ്പോഴാണ് അവർ പ്രശസ്തിയായി. ഈ സമ്പത്ത് നേടി. അവർ ധാരാളം സമ്പത്ത് നേടിയല്ലോ. ലക്ഷങ്ങൾ വാരിയെടുത്തല്ലോ കണ്ണൻ്റെ പടം വരച്ചുകൊണ്ട്. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. 33 നല്ലതാണ്. ഇനി ഗുരുവായൂർ എന്ന പേരിനകത്ത് 33 വന്നത്. ഗുരുവായൂരിൻ്റെ വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ 33. ജസ്ന സലീമിൻ്റെ എത്രയാണ്? 23. ആ 23 ഗുരുവായൂരിൻ്റെ 23 ജസ്ന സലീമിൻ്റെ ഗുരുവായൂരിൻ്റെ 33 ജസ്ന സലീമിൻ്റെ 23 കൂടി ചേർക്കുമ്പോൾ എത്രയാണ്? വീണ്ടും 56. 56 അപകടമാണ്, ചതിക്കപ്പെടും. ഗുരുവായൂരപ്പൻ്റെ പേരിനകത്ത് 56 വന്ന് അതെങ്ങനെ ഒത്തു വന്നു? ഞാൻ കണക്കൂട്ടിയെടുത്തപ്പോൾ ആക്ച്വലി ഇതെനിക്ക് മിറക്കിളായിട്ട് എപ്പോഴും വരുന്നു ഓരോ കാൽക്കുലേഷനും. ഇതെങ്ങനെ സംഭവിക്കുന്നു? എന്നാൽ ജസ്ന സലീമിൻ്റെ സ്ഥാനത്ത് വേറെ പെൺകുട്ടി എന്തുകൊണ്ട് വന്നുകൂടാ? അല്ലെങ്കിൽ ജസ്നയുടെ പേരിൻ്റെ അറ്റത്ത് വേറെ എന്തെങ്കിലും പേര് വന്നാൽ പോരായിരുന്നു? എങ്ങനെ അവിടെ വന്നു? അതാണ് വിധിക്കപ്പെട്ട ചില 7ൻ്റെ സാന്നിധ്യം കണ്ടില്ല, ഇങ്ങ് വലിച്ചുകൊണ്ട് പോകും. ഈ കടലിൻ്റെ നമ്മുടെ തോടിൻ്റെ ഫ്രണ്ടിലേക്ക് കാണത്തില്ലേ, ശാന്തമായി ഒഴുകുന്ന നദിയിൽ അടിയിൽ ചുഴി കാണും, അറിയത്തില്ല, വലിച്ചുകൊണ്ട് പോകും. എവിടെയാണ് ചുഴി എന്ന് അറിയത്തില്ല.
അത്രയും നേരം നല്ല സ്മാർട്ടായിട്ട് നീന്തും. നല്ല സ്വിമ്മറായിരിക്കും. പക്ഷേ ചുഴിയുടെ അവിടെ വരുമ്പോൾ ആ കാല അടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വലിച്ചുകൊണ്ട് പോകും. അതാണ് 7. ഒരുതരം ചുഴിയാണ്. അങ്ങനെ അവിടെ 56 വന്ന് തട്ടിപ്പ്, വഞ്ചന. ഈ സ്ത്രീയാൽ ഗുരുവായൂരപ്പനെ ചതിച്ചു എന്നാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ഗുരുവായൂരപ്പൻ ചതിക്കാൻ പോയില്ലല്ലോ, അദ്ദേഹം അവിടെ ഒരു വിശ്വാസപ്രകാരം അവിടെ ഇരിക്കുമല്ലേ. അപ്പം നിങ്ങളുടെ പേരിൽ ഇങ്ങനത്തെ കോമ്പിനേഷൻ വന്നാൽ, നിങ്ങൾ കൂട്ടുകൂടുന്നവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ തന്നെ 56 വന്നാൽ ചതി പ്രതീക്ഷിച്ചു കൊള്ളണം. ആദ്യത്തെ സ്നേഹമൊക്കെ അങ്ങ് പോകും, ഉള്ളിൽ ചതി ഉണ്ടാകും. ഇനി ഗുരുവായൂരപ്പൻ്റെ പേരിനകത്ത് 56 ലെറ്റേഴ്സ്. ജസ്ന സലീമിൻ്റെ ലെറ്റേഴ്സല്ല, ഗുരുവായൂരപ്പൻ്റെ പേരിനകത്ത് 56 ന്യൂമറിക്കൽ വാല്യൂ, ജസ്ന സലീമിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 23. 56 23 കൂടി ചേരുമ്പോൾ എത്രയാണ്? 79. 6 3 9 5 2 79. ആ 79 നമുക്ക് വീണ്ടും ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 9 വഴി 16. അതായത് ഗുരുവായൂരപ്പൻ്റെ പേരിനകത്തുള്ള 56ഉം ജസ്ന സലീമിൻ്റെ പേരിലെ വാല്യൂവായി 23 കൂടി കൂട്ടുമ്പോൾ 79. 79 എന്ന് പറഞ്ഞാൽ 16 ഉണ്ടോ അവിടെ പോയത്? 16ലേക്ക് വീണ്ടും കൊണ്ടുപോവുകയാണ്. ജസ്ന സലീം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ദൂഷ്യങ്ങളെക്കുറിച്ച്. അവിടെ 7 വന്നു. 79 നല്ലതാണ്, സാമ്പത്തികം ഉണ്ടാക്കും. പക്ഷേ അവസാനം എല്ലാം പോകും, എല്ലാം നഷ്ടപ്പെടും. ജസ്ന സലീം ഇപ്പം എന്തൊക്കെ നേടിയാലും ശരി, കാലക്രമേണ പോകും. ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിലാണ് കേട്ടോ. ആ കുട്ടിയെ നമ്മൾ അറിയില്ല, നമുക്ക് ആർക്കും അറിയത്തില്ല. ആർക്കെങ്കിലും ചിലപ്പോൾ അറിയാമെങ്കിലായി, അറിയാവുന്നവരെന്ന് അറിയിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഗുരുവായൂരപ്പൻ എന്ന പേരിനകത്ത് 56 നമ്പർ ഇത് വാല്യൂ. ഇനി ജസ്ന സലീമിനകത്ത് 10 ലെറ്റേഴ്സ്. ഗുരുവായൂരപ്പൻ്റെ പേരിനകത്ത് 14 ലെറ്റേഴ്സ്. അവിടെ 14 10 24 അതായത് ഗുരുവായൂരപ്പൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണവും ജസ്ന സലീമിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം കൂടി ഇട്ടപ്പോൾ 24. ആ 24 വീണ്ടും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ 56 കൂട്ടുമ്പോൾ 80. വേറെ ഫിഗറൊന്നും അല്ല ഇവിടെ വരുന്നത്, 3 4 ഒന്നുമല്ല, ഇങ്ങനെ തന്നെയുള്ള നമ്പർ 7 8 മാത്രമുള്ള കളിയാണ്. ഏറ്റവും അപകടം പിടിച്ച നമ്പേഴ്സാണിത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഏറ്റവും മഹത്തരമാണ്, ശ്രേഷ്ഠമാണ്, വിശ്വഖ്യാതി നേടാൻ പറ്റുന്ന നമ്പേഴ്സുമാണ്. 80. 80ൻ്റെ ഉദ്ദേശം അന്ത്യം അപകടമാണ്. ജസ്ന സലീമിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോഴതൊക്കെ പോയി അന്ത്യം അപകടം ആ കുട്ടിക്ക് പറയുന്നുണ്ട്. പ്രശ്നങ്ങളെ അഭിമുഖിക്കുക കുട്ടിക്ക്. ഇപ്പോൾ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചു. ചെറുപ്പത്തിൻ്റെയും പണത്തിൻ്റെയും ആ സ്മാർട്ട്നെസ് കൊണ്ട് തൽക്കാലം ഒന്ന് ഓവർകം ചെയ്തോ. പക്ഷേ ഇല്ല, പ്രകൃതി വിടത്തില്ല കുട്ടിയെ. അയ്യപ്പൻ്റെ അടുത്ത് പോയി കളിച്ച പോലെ ഇരിക്കും. ബിന്ദുമണിയൊക്കെ ഉണ്ടല്ലേ, അതുപോലെ ഇരിക്കും പതൊക്കെ. പക്ഷേ 80 വന്നാൽ ഈശ്വരഭക്തി പുറമേ കാണിക്കും. അതിൻ്റെ പേരിൽ ഫിലോസഫിക്കൽ വേർഡ്സ് ഒക്കെ പറയും ഭയങ്കരമായിട്ട്. അത് ഞാനാണെങ്കിലും പറഞ്ഞത്, എൻ്റെ കയ്യിൽ 80 വന്നാൽ അത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളതാണ് ആ ഫിലോസഫിക്കൽ വേർഡ്. നോട്ട് ഫ്രം ഇൻസൈഡ്, നോട്ട് ഫ്രം ഹാർട്ട്. ദാറ്റ്സ് നോട്ട് സിൻസിയർ. ഇവരുടെ വാക്കുകൾ സിൻസിയർ അല്ലായിരുന്നു. അവരെ പറയുക അല്ല, അങ്ങനെയല്ല, എൻ്റെ കാണാൻ എൻ്റെ ആളാണ്, എൻ്റെ മകനാണെന്ന് പറഞ്ഞാലും ഐ എം ഷുവർ ഒരു ന്യൂമറോളജിസ്റ്റ് പറയുകയാണ് അത് ഒരിക്കലും സിൻസിയർ അല്ലായിരുന്നു. കാരണം 80 ഇവിടെ വന്നാൽ എങ്ങനെയാണ്? ഒരു വളഞ്ഞ വഴിയിലാണ് പണം ഉണ്ടാക്കിയത്. അതൊരു അപകടത്തിലേക്ക് തന്നെയാണ്. പിന്നെ 80 വന്നാൽ വേറെ പേരുണ്ട്, അൺഇമാജിനബിൾ വേൾഡായിരിക്കും അവർക്ക്. മറ്റാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലോകത്തേക്ക് അവർ പോകും. അവർ സുരേഷ് ഗോപിയുടെ കൂട്ടത്തിൽ ഫോട്ടോ എടുത്തല്ലോ. കേരളത്തിൽ ഇത്രയും പേരുണ്ടായിട്ട് എന്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ കൂട്ടത്തിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല? ഇപ്പം പിന്നെ അദ്ദേഹം എവിടെയെങ്കിലും ഈ ടൂർ പോകുമ്പോൾ പല ആൾക്കാർ സെൽഫി എടുക്കാറുണ്ട്, അതൊന്നും അത്ര പോപ്പുലർ ആകത്തില്ല. പക്ഷേ ജസ്ന സലീം സുരേഷ് ഗോപിയായിട്ട് ഫോട്ടോ എടുത്ത് വളരെ പോപ്പുലറായി. എസ്പെഷ്യലി ഈ പെൺകുട്ടിയുടെ മതപരമായ രീതിയിൽ കണ്ണൻ്റെ പടമൊക്കെ വരച്ചതിൻ്റെ പേരിൽ സുരേഷ് ഗോപി ഒരു ഭക്തനായ രീതിയിൽ അദ്ദേഹവും പ്രൊമോട്ട് ചെയ്തു. അങ്ങനെയാണ് ഫോട്ടോ എടുത്തത്. നരേന്ദ്രമോദിയുടെ കൂട്ടത്തിൽ ഫോട്ടോ എടുത്ത് നമുക്കറിയാമല്ലോ. അതാണ് 80 കിടക്കുന്ന ചതി. ജസ്നയുടെ പേരും മറ്റുള്ള കോമ്പിനേഷനോട്ട് വന്നപ്പോഴും ചതി. പാവം എന്നേ എനിക്ക് പറയാനുള്ളൂ. സാധു അറിയാതെ വലയിൽ വീണിരിക്കുകയാണ്. ഇപ്പോഴും വലയിലാണ് കുട്ടി. ആ കുട്ടിയുടെ ഫാമിലി ലൈഫൊക്കെ പൊതുവേ അത്ര സുഖമാണെന്ന് തോന്നുന്നില്ല. പോട്ടെ, നമുക്കത് പറയണ്ട. എന്നാലും അത്ര സുഖമില്ല. നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. നിങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെ 80 വന്നാൽ കുടുംബജീവിതം വളരെ ബുദ്ധിമുട്ടാകും, ടോസ് ചെയ്യേണ്ടി വരും. ഇനി എൻ്റെ അല്പം കൂടി പശ്ചാത്തലം എടുക്കുക. കോഴിക്കോട് BJPക്കാർ ഒരിക്കൽ ഒരു സമ്മേളനം നടത്തി, അവരുടെ രാഷ്ട്രീയമായിട്ടൊക്കെ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കാനായിട്ട്.
എല്ലാവരിലേക്കും എല്ലാ സന്ദേശങ്ങളും എത്തിക്കാനായിട്ട്. അത് ചെയ്തത് 25/9/2016 25 സെപ്റ്റംബർ 2016 25/7 അവിടെ വന്നിരിക്കുകയാണ്. BJPക്കാർ കോഴിക്കോട് അവരുടെ സമ്മേളനം നടത്തിയ ദിവസമാണ്. അന്ന് അവിടെ ഈ ജസ്ന സലീം സ്റ്റാളിട്ടു, ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം കൊടുക്കാനായിട്ട് സ്റ്റാൾ എടുത്തിട്ട് അവിടെ നല്ല കച്ചവടം ചെയ്ത് വിജയിച്ചു. 25-ാം തീയതിയായിരുന്നു അത്. 25/9/2016. നിങ്ങൾ കണക്ക് കൂട്ടി 25/9/2016 കണക്ക് കൂട്ടുമ്പോൾ എത്രയാണ്? വീണ്ടും ടോട്ടൽ 25 വന്നു. 7 കണ്ടോ കൊണ്ടുപോയത്? അത്ര നിഗൂഢമാണ്. വളരെ രൂക്ഷമായ നമ്പറാണ് 7. ഒരാളെ ലക്ഷ്യമിട്ടാൽ ആ 7 പേർ കൊണ്ടുപോകും അവരെ. ഇതൊന്നും 1-2 കഥകൾ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആയിരക്കണക്കിന് നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ വിത്ത് പ്രൂഫായിട്ട് ഞാൻ തെളിയിച്ചു തരാം. അവിടെ 7 കൊണ്ടുപോയി. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു 17/1/2024. 17/8. സുരേഷ് ഗോപി ജനിച്ചത് 26-ാം തീയതിയാണല്ലോ. അദ്ദേഹത്തിന് ഈ ലക്കി നമ്പർ 8 കേട്ടോ. അദ്ദേഹത്തെ പറ്റി നമ്മൾ 2 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 1.5 വർഷം മുമ്പ്. ആ പേര് മാറ്റിയിടയ്ക്ക് സുരേഷിനകത്ത് SURESS 2 S ഇട്ട് SH അല്ലേ, അതിനുശേഷം ഇട്ടായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണം 17/1/2024. അവിടെ 7-8 17/1/2024 കണക്ക് കൂട്ടിക്ക് വീണ്ടും 7, 8, 9, 2, 11, 2, 13, 17. വീണ്ടും അവിടെയും 17 വന്നു. സുരേഷ് ഗോപിയുടെ നമ്പർ 8, 26, 17-ാം തീയതി വിവാഹം. ജനിച്ച ആ വിവാഹം നടത്തിയ ഡേറ്റും മാസവും വർഷം കൂടി കൂട്ടുമ്പോൾ വീണ്ടും അവിടെ 17 വന്നു. ഇനി നരേന്ദ്രമോദി അന്ന് വിവാഹം അവിടെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗ്യസംഖ്യ 8. 17-ാണ് തീയതി. 17, 8, 17. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് 1.5 വർഷം മുമ്പാണ്. ആ മോദിയുടെ ഭാഗ്യസംഖ്യയും 17. സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണം നടന്നതും 17. 17, 34. 34 എന്ന് വെച്ചാൽ 3, 4, 7 ചതി. ജസ്റ്റിനെ അവിടെ ചതിക്കുവാണ് ചെയ്തേ മോദിയെ. പിക്ചറൊക്കെ എടുത്തില്ലേ? വിശ്വാസിയാണെന്നുള്ള, ഭക്തയാണെന്നുള്ള രീതിയിൽ 34 മോദിയെ പോലും ചതിച്ചു. അദ്ദേഹം പിന്നെ ഒരു പ്രൈം മിനിസ്റ്ററിനൊക്കെ ഉപരിയായിട്ട് ഒരു ആത്മീയ നേതാവ് കൂടി അതിൻ്റെ പേരിൽ അത്ര വലിയ ചതിയെ നേക്കത്തില്ല. 37 മിനിറ്റ് ആയാലും പെട്ടെന്ന് തീർത്തേക്കാം. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം, ആരും വിശ്വസിക്കത്തില്ലാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാലം തെളിയിക്കും അത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രപാലക ഭഗവതിയാണ്. വിശ്വാസികളുടെ കാര്യം കേട്ടോ. വിശ്വാസികൾക്കറിയാം ഏതൊരു ക്ഷേത്രത്തിൻ്റെ മെയിൻ താക്കോൽ കൊടുക്കുന്ന ക്ഷേത്രപാലകരുടെ അടുത്താണ്. അവിടുത്തെ ക്ഷേത്രപാലക ഭഗവതി ക്ഷേത്രമായിരുന്നു. അത് പിന്നീട് ഇടത്തരികത്തേക്ക് മാറ്റി ഗുരുവായൂർ അവിടെ ആ വിഗ്രഹം വെച്ചതാണ്, മഹാവിഷ്ണുവിൻ്റെ. ഭഗവതിയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 10, വാല്യൂ 29. 29 അപകടം പിടിച്ചതാണ്. ഭഗവതി ക്ഷേത്രങ്ങൾ അത്ര പ്രശസ്തമല്ലല്ലോ. പ്രശസ്തമാണെങ്കിൽ അവിടെ തന്നെ വലിയ സാമ്പത്തികം അങ്ങനെ വലിയ മെച്ചമില്ല. മറ്റുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പോലെയൊന്നും ഇല്ല. അപ്പോൾ 29 എന്ന് പറഞ്ഞാൽ അവളുടെയാണ് പോയി ഈ ജസ്ന കൂട്ടുപിടിച്ചത്. ഏതാ? ജസ്നയുടെ പേരിൻ്റെ വാല്യൂ 23, ഭഗവതിയുടെ പേരിൻ്റെ വാല്യൂ 29. 29ഉം ജസ്നയുടെ 23ഉം കൂടി കൂട്ടുമ്പോൾ 57, 52. 29ഉം 23ഉം കൂടി കൂട്ടുമ്പോൾ 52. അവിടെയും 7 ജസ്നെ നോട്ടമിട്ടിരിക്കുകയാണ്. ദൂഷ്യം, അപകടം, വിധിക്കപ്പെട്ട ദോഷം അവർ വിളിച്ചു വരുത്തി. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ, ഈച്ച് ആൻഡ് എവരി പോർഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ പ്ലീസ് യു തിങ്ക് എന്താ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപായിട്ട്. അങ്ങനെ ജസ്ന പ്രകൃതി ശക്തിയാൽ ഒരു നോട്ടം ആ കുട്ടിക്കുണ്ട്. ഇതൊക്കെ പോവും. 7 ആ കുട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് ആ കുട്ടിയെ എന്തെങ്കിലാട്ടെ, നിങ്ങൾ നമ്മുടെ ഈ ന്യൂമറോളജി ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചു പോവുക. 38 മിനിറ്റ് ഇത് ക്ഷമയോടുകൂടി കാണാൻ സാധിക്കാത്ത ആൾക്കാർ പതുക്കെ ബ്രേക്കായിട്ടായാലും കാണാൻ പറയുക. പക്ഷേ അത് ലാസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്.